നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനകീയ ആസൂത്രണ പദ്ധതി. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആട് വിതരണം. മുറ്റിച്ചൂരിൽ സരസ്വതി വിദ്യാനികേതന്റെ വാർഷികവും PTA ദിനവും. സീനിയർ സിറ്റിസൺസ് അവകാശ സംരക്ഷണ ജാഥയ്ക്ക് തളിക്കുളത്തും വലപ്പാടും സ്വീകരണങ്ങൾ. വാർത്തകൾ വിശദമായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2023-24 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് ആട് വിതരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ ഫണ്ട് ഉപയോഗപ്പെടുത്തി 50% സബ്സിഡിയിൽ 50 വനിതകൾക്കാണ് ആട് വിതരണം ചെയ്യുന്നത്. ഗുണഭോക്തൃ വിഹിതമടക്കം 4,32,000 രൂപയാണ് പദ്ധതി വിഹിതം. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, ഷിജി CK, സുമന ജോഷി, വെറ്റിനറി ഡോക്ടർ ആര്യ TS, രമ്യ OR, രമേശ് ഗുണഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ പരാതികൾ നമുക്ക് വരാറുള്ളത് പട്ടി പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ്. നമ്മൾ കൂടടക്കം കഴിഞ്ഞ വർഷം വിതരണം ചെയ്തിരുന്നു. 5,000 രൂപ വില വരുന്ന പദ്ധതിയിൽ കൂടും അതുപോലെ തന്നെ കോഴിയും കൂടിയാണ് നമ്മൾ ആ പദ്ധതി നിർവഹണം നടത്തിയത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം നമ്മൾ ആടുകളെ വിതരണം ചെയ്യാണ്. ശരിയായ രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഒരു ഗുണഭോക്താവിന് രണ്ടാടുകളെ വീണ്ടും നമുക്ക് വിതരണം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഗുണഭോക്താക്കൾ ആദ്യം വാങ്ങുകയെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജനറൽ വിഭാഗത്തിലെ പദ്ധതിയിൽ 50 ആടുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2023-24 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്കും SC പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കും ആട് വിതരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാർക്ക് ഒരു കൈത്താങ് എന്ന ലക്ഷ്യത്തോടെ 50% സബ്സിഡിയിൽ 25 പേർക്കാണ് ആട് വിതരണം ചെയ്യുന്നത്. ഗുണഭോക്തൃ വിഹിതമടക്കം 2,25,000 രൂപയാണ് പദ്ധതി വിഹിതവും. SC വനിതകൾക്കായി 75% സബ്സിഡിയിൽ 50 വനിതകൾക്കാണ് ആട് വിതരണം ചെയ്യുന്നത്. ഗുണഭോക്തൃ വിഹിതമടക്കം 4,50,000 രൂപയാണ് പദ്ധതി വിഹിതം. ചടങ്ങിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, ഷിജി CK, സുമന ജോഷി, വെറ്റിനറി ഡോക്ടർ ആര്യ TS, രമ്യ OR, രമേശ് ഗുണഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഒരുപാട് ആക്ഷേപങ്ങൾ ജനകീയാസൂത്രണ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഒരുപാട് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ആ സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആടും കോഴിയും കൊടുക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തെ കണ്ടത്. പക്ഷെ നമ്മുടെ ലക്ഷ്യം വലുതായിരുന്നു. നമുക്കെല്ലാം പുറത്തു നിന്നാണ് വരുന്നത്. കോഴിമുട്ടയാണെങ്കിലും കോഴിയാണെങ്കിലും ആടാണെങ്കിലും മാംസങ്ങളാണെങ്കിലും ഒക്കെ പുറത്തെ സംസ്ഥാനങ്ങളിലാണ് വരുന്നത്. അത് ഓരോ വീടുകളിലും നമ്മൾ അതിന്റെ സഹായങ്ങൾ നൽകിക്കൊണ്ട്, ആടാണെങ്കിലും പശുവാണെങ്കിലും കോഴിയാണെങ്കിലും നൽകിക്കൊണ്ട് നമ്മുടെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുക എന്ന ലക്ഷ്യമാണ് അന്ന് സർക്കാരിനുണ്ടായത്. മുറ്റിച്ചൂർ സരസ്വതി വിദ്യാനികേതൻ 19ാം വാർഷികാഘോഷവും രക്ഷാകർതൃ ദിനവും നടത്തി. BVN ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണൻ മാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ആണുങ്ങൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. എനിക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വന്നത്. ഇപ്പൊ അവിടെ ഇല്ല, കുറച്ച് പേര് നിങ്ങളായിരിക്കണം. പക്ഷേ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഭാരതീയ വിദ്യാനികേതൻ എന്ന് പറയുന്ന വിദ്യാഭാരതിയുടെ കേരള സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ വിദ്യാനികേതന്റെ ഒരു ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലാണ്. എന്നെ പരിചയപ്പെടുത്തിയ സമയത്ത് കുറേയേറെ വിശേഷണങ്ങൾ പറയുണ്ടായി. ഗോപൻ സാറാണെന്ന് തോന്നുന്നു, ശബ്ദം മാത്രമേ കേൾക്കുന്നത്. ഗോപൻ സാറും ഞാനും തമ്മിൽ ഒരു ചിരകാല ബന്ധമുണ്ട്. കുറേ കാലം ഞാൻ അധ്യാപകനായി വരുന്നതിന് മുൻപ് തന്നെ ഈ മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്നു ഗോപൻ മാഷ്. അതുകൊണ്ടുള്ള പരിചയമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ നിൽക്കുന്ന സമയത്താണ്. എൻ്റെ കുട്ടികളാരും ഇവിടെ ഉണ്ടായിട്ടല്ല വരുന്നത്. പക്ഷേ മറ്റേതോ ഒരു ബന്ധം, ഒരു നൂൽബന്ധം എന്നെയും നിങ്ങളെയും തമ്മിൽ അടുപ്പിച്ചിട്ടുണ്ട്.
സരസ്വതി വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സെൻട്രൽ സ്കൂൾ ഏങ്ങണ്ടിയൂർ പ്രിൻസിപ്പാൾ ടി.ആർ. വിജയം അധ്യക്ഷത വഹിച്ചു. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജർ വേലായുധൻ പണിക്കശ്ശേരി മുഖ്യ അതിഥിയായിരുന്നു. മുറ്റിച്ചൂർ സരസ്വതി വിദ്യാനികേതൻ പ്രസിഡന്റ് പാതൂർ മഠം രാമചന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി. RSS ജില്ലാ സംഘചാലക് സഞ്ജീവിനി ട്രസ്റ്റ് ഇ. ബാലഗോപാൽ നവതി ആദരണം നിർവഹിച്ചു. സെക്രട്ടറി ദീൻദയാൽ എഡ്യൂക്കേഷണൽ കൾച്ചറൽ ട്രസ്റ്റ് മോഹനൻ ഇത്തിക്കാട്ട്, NSS കരയോഗം പ്രസിഡന്റ് പ്രൊഫസർ അച്യുതൻ, വിവേകാനന്ദ സാംസ്കാരിക സേവാ കേന്ദ്രം പി. ഗോവിന്ദൻകുട്ടി എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ദില്ലി ചലോ മാർച്ചിന് നേരെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ കർഷകർക്ക് നേരെയുള്ള പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രതിഷേധാഗ്നി തെളിയിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് ജെൻസൻ വലപ്പാട് അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീർ പാടൂർ മുഖ്യപ്രഭാഷണം നടത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി ഇക്ബാൽ, PM ശരത് കുമാർ, ER രഞ്ജൻ, EV വിജയൻ, ബാബു കുന്നുമ്മൽ, MA സലീം, പ്രവീൺ രവീന്ദ്രൻ, അനിൽ കരുവത്തി, ഉല്ലാസ് വലപ്പാട്, നൌഷാദ് ഇബ്രാഹിം, ജയൻ വളവത്ത്, ഗീത രാമദാസ്, മഞ്ജു ബാബു, ബാഹുലയൻ എന്നിവർ പ്രസംഗിച്ചു. താങ്ങുവില പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി, കേന്ദ്ര ഗവൺമെന്റിന്റെ താങ്ങുവില പ്രഖ്യാപിക്കാത്ത നടപടിക്കെതിരെയാണ് ദില്ലി ചലോ എന്ന പേരിൽ ഇന്ത്യയിലെ കർഷകർ മുഴുവൻ ഡൽഹിയിലേക്ക് യാത്ര ചെയ്തത്. എന്നാൽ ഹരിയാന സർക്കാർ കർഷകരെ അവിടെ വെച്ച് തടയുകയും മർദ്ദിക്കുകയും ചെയ്ത് 22 കർഷകർ ആശുപത്രിയിലും അത്രയ്ക്ക് തന്നെ പരിക്ക് പറ്റി ഇപ്പോഴും സമരരംഗത്ത് നിൽക്കുകയാണ്. രാജ്യത്തെ വീണ്ടെടുപ്പിന് എന്ന സന്ദേശമുയർത്തി SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം വാടാനപ്പള്ളിയിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. യോഗത്തിന് മണലൂർ മണ്ഡലം സെക്രട്ടറി ഹക്കീം പാവർട്ടി അധ്യക്ഷത വഹിച്ചു. SDPI പൊന്നാനി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹസൻ ഷിയാനൂർ യാത്രാ സന്ദേശം വിശദീകരിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് ഭാരവാഹികളായ ആഷിഫ് AM, മുഫ്സൽ, നൌഫുൽ വലിയകത്ത് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശരത് ലാൽ, കൃപേഷ്, സുഹൈബ് രക്തസാക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു. വലപ്പാട് കോതക്കുളം സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ANC ജേക്കോ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ് താടിക്കാരൻ, YICC സൗദി തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മോഹൻ, പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MS സലീം, VA ഫിറോസ്, സുവിത് കുന്ധറ, UR രാകേഷ്, സുമേഷ് പാനാട്ടിൽ, പ്രവീൺ പൊയ്യാറ, മുൻ പഞ്ചായത്ത് മെമ്പർ സുരേന്ദ്രൻ, ശ്രേയസ് കരയാമുട്ടം എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശരത് ലാൽ, കൃപേഷ് അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വൈഭവ് MP അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, പഞ്ചായത്ത് മെമ്പർ ബിന്ദു പ്രദീപ്, ഷൈൻ നാട്ടിക, KV സുകുമാരൻ, രഹന ഭിനേഷ്, ആദർശ് TR, O സന്ദീപ്, ആദിത്യൻ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാറിൽ തമിഴ്നാട് സ്വദേശിനിയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. തമിഴ്നാട് സ്വദേശിനി 57-കാരിയായ അഞ്ജന ദേവിയാണ് തലയിൽ കല്ലുകൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അടിയിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇക്കഴിഞ്ഞ ദിവസം രാത്രിയിൽ തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപമാണ് സംഭവം. ഏനാമാവ് കോൽമാട് സ്ലൂയിസ് കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുവാൻ നിർദ്ദേശം നൽകുവാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ച കേസ് ഫയൽ സ്വീകരിച്ച് സർക്കാരിനോട് 2 ആഴ്ചയ്ക്കകം മറുപടി നൽകുവാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതായി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, പാവറട്ടി എന്നീ പഞ്ചായത്തുകളിലെയും ഗുരുവായൂർ, ചാവക്കാട് മുനിസിപ്പൽ പ്രദേശങ്ങളിലേക്കും കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടി ഏനാമാവ് റെഗുലേറ്ററിൽ നിന്ന് 4 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി കോൽമാട് പ്രദേശത്ത് പാലാഴിമയും കോൽമടിയും ബന്ധിപ്പിച്ച കോൽമാട് വഴി സ്ലൂയിസ് കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ 30 വർഷക്കാലമായുള്ള ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്.
പദ്ധതി നടപ്പിലാക്കുവാൻ PA മാധവൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ 10 കോടി രൂപ നീക്കിവെച്ചിരുന്നു. തുടർന്ന് മുരളി പെരുന്നെല്ലി MLA 10 ലക്ഷം രൂപയും നീക്കിവെച്ചിരുന്നതാണ്. എന്നാൽ ഫണ്ടുകൾ യാതൊന്നും വിനിയോഗിക്കാതെ ലാപ്സാകുകയായിരുന്നു. ഈ പദ്ധതിയെപ്പറ്റി കഴിഞ്ഞ 30 വർഷക്കാലമായി ചർച്ച ചെയ്തെങ്കിലും പദ്ധതിക്ക് പരിസ്ഥിതി പഠനം നടത്തുവാനോ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതിനോ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടില്ലാത്തതുമാണ്. കോൽമാട് സ്ലൂയിസ് കം ബ്രിഡ്ജ് പദ്ധതി പഞ്ചായത്തുകളുടെ ശുദ്ധജലക്ഷാമം പരിഹരിക്കുവാൻ അനിവാര്യമാണെന്ന് മുഴുവൻ പഞ്ചായത്തുകൾക്കും അഭിപ്രായമുള്ളതാണെന്ന് വിവരാവകാശ നിയമപ്രകാരം അഡ്വക്കേറ്റ് ഷാജി കോടകണ്ടത്തിന് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും മറുപടി ലഭിച്ചിട്ടുണ്ട്. പദ്ധതിക്ക് ആവശ്യമായ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നൽകുവാൻ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷാജി ജെ കോടകണ്ടത്തിൻ്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ജലവിഭവ മന്ത്രി ഗജേന്ദ്ര സിംഗ് മകാവത്തിനും ചെയർമാൻ സെൻട്രൽ വാട്ടർ കമ്മീഷനും കേരള മുഖ്യമന്ത്രിക്കും പരാതികളും അയച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി കാര്യത്തിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുവാൻ നിർദ്ദേശിച്ച് കേരള മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുകയും തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പദ്ധതി നടപ്പിലാക്കേണ്ടതായ കാര്യത്തിൽ അടിയന്തര നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തതിൻ്റെ ഫലമായി ഇൻഡന്റ് ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ട് ഗ്രാഫിക് സർവേ നടത്തുകയും റിപ്പോർട്ട് IDRB ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണെന്നും ആവശ്യമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അഡീഷണൽ ഇറിഗേഷൻ എന്നിവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണെന്നും ഷാജി ജെ കോടകണ്ടത്തിന് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളതാണ്. എന്നാൽ തുടർന്നും പദ്ധതിക്ക് വേണ്ടി പരിസ്ഥിതി പഠനം നടത്തുവാനോ പദ്ധതിയുടെ സാങ്കേതിക അനുമതി കൊടുക്കുവാനോ ഡിസൈൻ പൂർത്തിയാക്കുവാനോ ഭരണാനുമതി നൽകുവാനോ ഫണ്ട് അനുവദിക്കുവാനോ തയ്യാറാക്കാത്തതിനെ തുടർന്ന് മണലൂർ മുൻ പഞ്ചായത്ത് മെമ്പറും KPCC സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ഷാജി ജെ കോടകണ്ടത്തും മണലൂർ മുൻ പഞ്ചായത്ത് മെമ്പർ റോബിൻ വടക്കേത്തലയും ചേർന്ന് അഡ്വക്കേറ്റ് KV ഗംഗേഷ് മുഖാന്തരം ഹൈക്കോടതിയിൽ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടതായ ഫണ്ട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചിരുന്നതായിരുന്നു. ഹർജി ഫയൽ സ്വീകരിച്ച് കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ 2 ആഴ്ചയ്ക്കകം സർക്കാരിനോടും വിവിധ വകുപ്പുകളോടും മറുപടി നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ. ഇനിയൊരു ഇടവേള. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്ന്? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. കേരളത്തിലെ വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അവകാശ സംരക്ഷണ ജാഥയ്ക്ക് തളിക്കുളം സെന്ററിൽ സ്വീകരണം നൽകി.
സംസ്ഥാന കമ്മിറ്റി അംഗം സെലീന ഉദ്ഘാടനം ചെയ്തു. EG ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ വിശദീകരണ പ്രസംഗം നടത്തി. ജാഥ മാനേജർ KK സഫിയ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP ബാലൻ, ജില്ലാ പ്രസിഡന്റ് KP റപ്പായി, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു വെന്നിക്കൽ, സെബാസ്റ്റ്യൻ NV സേതുനാഥൻ, TK ശ്രുതസേനൻ എന്നിവർ സംസാരിച്ചു. പല തട്ടുകളിൽ പല നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയൊന്നും വേണ്ട, ഇനിയൊക്കെ ഇങ്ങനെയൊക്കെ മതി എന്നൊക്കെ കണക്കാക്കിക്കൊണ്ട് അവനവൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു ഉറ ഉണ്ടാക്കിക്കൊണ്ട് അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ എന്തിനാ ഈ വയസ്സാങ്കാലത്ത് അടുത്ത് ഈ വക പണിക്കൊക്കെ പോണേന്നൊരു ചോദ്യം നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കാം. സീനിയർ സിറ്റിസൺസ് അവകാശ സംരക്ഷണ ജാഥയ്ക്ക് വലപ്പാട്, ചൂലൂർ, എടമുട്ടം നാട്ടിക യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വലപ്പാട് ചന്തപ്പടിയിലും സ്വീകരണം നൽകി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം EP അജയ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. രാജു വെന്നിക്കൽ ആമുഖ പ്രസംഗം നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP ബാലൻ വിശദീകരണ പ്രസംഗം നടത്തി. ജാഥ ക്യാപ്റ്റൻ EC പത്മരാജൻ, സെബാസ്റ്റ്യൻ KP റപ്പായി, ജാഥ മാനേജർ KK സഫിയ, KP സെലീന, VK ഉണ്ണികൃഷ്ണൻ, KL സെബാസ്റ്റ്യൻ, ജോസ് താടിക്കാരൻ, KS പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. ചെറുപ്പം മനസ്സ് കാത്തു സൂക്ഷിക്കുന്നവര് 70 വയസ്സ് കഴിഞ്ഞവരാണ്. അതുകൊണ്ടാണ് അവർ പ്രത്യേകം പേര് കൊടുത്ത് അവർ സംബോധന ചെയ്യുന്നത്. ഇപ്പോഴൊക്കെ അവർ പറഞ്ഞിരുന്നത് പേര് പറയാൻ തന്നെ പാടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നിർദ്ദേശം. വൃദ്ധന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ താഴെ തട്ടിൽ കൊണ്ട് നടന്ന ആൾക്കാരാണ്. പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് വിഹിതത്തിൽ നിന്നാണെങ്കിലും സംസ്ഥാനം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തരുന്ന ഓരോ വിഹിതത്തിൽ നിന്നും 5% മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ഏറ്റവും അധികം നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ട, അവകാശങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട, നമ്മൾ പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിഭാഗങ്ങളെ വയോജനങ്ങൾ എന്ന പേരിൽ അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. തളിക്കുളം ലയൺസ് ക്ലബ്ബിൽ ഗവർണർ ടോണി ഏനോക്കാരൻ്റെ ഔദ്യോഗിക സന്ദർശനവും ചാർട്ടർ ഡേ സെലിബ്രേഷനും പുതിയതായി നിർമ്മിച്ച ഹാളിൻ്റെ ഉദ്ഘാടനവും നടത്തി. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് TN സുഗതൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ KP രാമകൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി. മുൻ പ്രസിഡന്റുമാർ, ചാർട്ടർ അംഗങ്ങൾ എന്നിവരെ ഗവർണർ ആദരിച്ചു. പീസ് പോസ്റ്റർ കോൺടെസ്റ്റ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. ഡോക്ടർ ദിലീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. MD രാജേഷ് കുമാർ, റീജിയൻ ചെയർമാൻ RI സക്രിയ, സോൺ ചെയർമാൻ ML മദനകുമാർ എന്നിവർ സംസാരിച്ചു. എനിക്ക് പറയാനായിട്ടുള്ളത് തളിക്കുളം ലയൺസ് ക്ലബ്ബിൽ ഇവിടെ വരുമ്പോൾ ഞാൻ 94 ഡിഗ്രി സെറ്റ് ഈ വർഷം കഴിഞ്ഞു. അതിൽ എന്നെ ഞെട്ടിച്ചത് എൻ്റെ സഹോദരൻ്റെയും ഒരു പഞ്ചവാദ്യത്തോടു കൂടി റോട്ടിൽ നിന്ന് മാലയുണ്ടാക്കിയുള്ള ആനയിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാനൊരു ഡിജിയിൽ നിന്ന് ഏതോ ഒരു ലോകത്തിലേക്ക് മാറിയ പോലെ എനിക്ക് തോന്നി. അത്രയും സ്പർശിയായ ഞങ്ങളുടെ ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാവുന്ന ഏറ്റവും നല്ല സ്വീകരണം തന്ന ഒരു DGCയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് തളിക്കുളത്തും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലും മാസ്മരവലയം സൃഷ്ടിച്ചുകൊണ്ട് എന്നും സേവന മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്ന നമ്മുടെ സെക്രട്ടറിയുടെ റിപ്പോർട്ട് നമ്മൾ വായിച്ചു. കാരണം പല ക്ലബുകളിലും പല രീതിയിലും റിപ്പോർട്ട് വായിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാം. ജൂലൈ 1-ാം തീയതി മുതൽ നാട്ടിക ശ്രീനാരായണ കോളേജിലെ സ്റ്റാഫ് അസോസിയേഷന്റെയും കോളേജ് യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ 2023-24 അധ്യാപന വർഷത്തിൽ വിവിധ വിഷയങ്ങളിൽ റാങ്ക് ജേതാക്കളായ 7ഓളം വിദ്യാർത്ഥികളെയും മുഖ്യമന്ത്രിയുടെ സംസ്ഥാന പ്രതിഭാ പുരസ്കാരം നേടിയ മലയാള വിഭാഗം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി നിതിൻ ദാസ് KH റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത NCC കാഡറ്റ് നയന CU, തൽ സൈനിക് ക്യാമ്പ് ഡൽഹിയിൽ പങ്കെടുത്ത NCC കാഡറ്റ് അനുരാഗ് KK എന്നിവരെയും അനുമോദിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MSc സുവോളജി പരീക്ഷയിൽ അഖില പ്രസാദ് 1ാം റാങ്കും, MSc മാത്തമാറ്റിക്സിൽ ഗായത്രി G 2ാം റാങ്കും, MA മലയാളത്തിൽ സ്നേഹ PS 6ാം റാങ്കും, MSc ബോട്ടണിയിൽ കൃഷ്ണദ്യുതി N ഹരീഷ് 7ാം റാങ്കും, സുമേഘ TS BA മലയാളത്തിൽ 7ാം റാങ്കും, MSc സുവോളജി പരീക്ഷയിൽ സന C 7ാം റാങ്കും, MA മലയാളത്തിൽ സനന PS 10ാം റാങ്കും കരസ്ഥമാക്കി. ടോപ്പസ് അവാർഡ്സ് ഓഫ് മെറിറ്റ് എന്ന പേരിൽ സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി RDC കൺവീനർ PK പ്രസന്നനും കോളേജ് കലോത്സവം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദും ഉദ്ഘാടനം ചെയ്തു.
കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സുബിൻ MP, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ മന്യ B, ഫൈൻ ആർട്സ് സെക്രട്ടറി അർജുൻ, സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി ബബിത, കായിക വിഭാഗം അധ്യാപകനായ ശ്രീജി NS തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ മാസം തോറും നടത്തിവരാറുള്ള നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ നടന്ന പരിപാടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ അഞ്ജന നടുപ്പറമ്പിൽ കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. നമസ്കാരം, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പ്രോഗ്രാമിന് വരുന്നത്. പിന്നെ എനിക്ക് ഇവരുടെ ഈ ഒരു ഐഡിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പുറമേ നിന്നും ആൾക്കാരെ വിളിക്കാതെ അവരുടെ കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെ അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുട്ടികളെ വിളിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോത്സാഹനം കൂടിയാണ്. കാരണം എനിക്ക് ഒരു നേട്ടം കിട്ടിയപ്പോൾ കുറേ സ്നേഹമുള്ള മനുഷ്യരുടെ കൂടെ അത് ആഘോഷിക്കുക അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സന്തോഷം തന്നെയാണ്. ഈ ഒരു ഐഡിയ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഭയങ്കര പുതുമയുള്ളൊരു ഐഡിയ എനിക്ക് തോന്നി. കാരണം ഇത് ഓരോ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രചോദനം കൂടിയാണ് നൽകുന്നത്. കാരണം നമ്മുടെ ഫാമിലിയിൽ തന്നെ, കാരണം ഒരു ഫാമിലി പോലെ കാണുന്നത് കൊണ്ടാണ് ഇവർക്ക് അത്തരത്തിലൊരു ഐഡിയ അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ തന്നെ വിളിച്ച് ഇതുപോലുള്ള പരിപാടികൾക്ക് ഒരു ഗസ്റ്റ് പോലെ ക്ഷണിച്ച് കൊണ്ടുവരാൻ പറ്റുന്നത് ഇവർ എല്ലാവരും ഒരു ഫാമിലി പോലെ കണക്കാക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. സജീവൻ അന്തിക്കാട്, സജീവൻ താനാപ്പാടം, കണ്ണൻ കൊച്ചത്ത്, ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് സ്വദേശികളായ സദാനന്ദൻ വടശ്ശേരി, ബോസ്കോ വടക്കൻ, വാളമുക്ക് സ്വദേശി ഷീബ നെടിയടത്ത്, ചാഴൂർ സ്വദേശി ഭാരതി വിയ്യത്ത്, മുറ്റിച്ചൂർ സ്വദേശി സുഗുണൻ തൈവളപ്പിൽ എന്നിവരാണ് ഈ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. സമസ്ത പൊതുപരീക്ഷ നാട്ടിക ഡിവിഷൻ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ വർഷത്തെ പൊതുപരീക്ഷയ്ക്ക് 159 ഡിവിഷനുകളായി 10,474 സൂപ്പർവൈസർമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. നാട്ടിക, വാടാനപ്പള്ളി, തൃശൂർ റേഞ്ചുകൾ ഉൾപ്പെടുന്ന നാട്ടിക ഡിവിഷൻ ഒരുക്കങ്ങൾ പൂർത്തിയായി. 173 മദ്രസകളിൽ നിന്ന് 5, 7, 10, 12 ക്ലാസുകളിലായി 58 സെന്ററുകളിൽ വെച്ച് 1284 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. 69 സൂപ്പർവൈസർമാരാണ് നാട്ടിക ഡിവിഷനിൽ നേതൃത്വം നൽകുന്നത്. ഡിവിഷൻ കേന്ദ്രമായ വലപ്പാട് ബാബുൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസയിൽ വെച്ച് നടന്ന സൂപ്പർവൈസർമാരുടെ സംഗമം നാട്ടിക റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് തഖിയുദ്ദീൻ യമാനി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് സൂപ്രണ്ട് ഹിദായത്തുള്ള അൻവരി പരിശീലനം നൽകുകയും പരീക്ഷാ സാമഗ്രികൾ വിതരണം ചെയ്യുകയും ചെയ്തു. പി മുസ്തഫ മൗലവി അധ്യക്ഷനായി. തൃശൂർ റേഞ്ച് സെക്രട്ടറി ഉസ്മാൻ വാഫി പ്രാർത്ഥന നിർവഹിച്ചു. MMA സെക്രട്ടറി PH സൈനുദ്ദീൻ, വലപ്പാട് പുത്തൻപള്ളി മഹൽ പ്രസിഡന്റ് VK സുലൈമാൻ ഹാജി, സെക്രട്ടറി PI നസീർ, NK സുബൈർ മുസ്ലിയാർ, മുഹമ്മദ് ജാബിർ ബാഘവി, നൂറുദ്ദീൻ യമാനി, KK മുഹമ്മദ് ദാരിമി, വാടാനപ്പള്ളി റേഞ്ച് പരീക്ഷാ ബോർഡ് ചെയർമാൻ A ജാഫർ മാസ്റ്റർ, സെക്രട്ടറി മുഹമ്മദ് ഷാഫി ഫൈസി എന്നിവർ സംസാരിച്ചു. കേന്ദ്രീകൃത മൂല്യനിർണ്ണയം ഫെബ്രുവരി 19, 20 തീയതികളിൽ അതാത് ഡിവിഷൻ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കും. നെടിയിരിപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി വിഷ്ണുമായയ്ക്ക് കലശവും കാളിക്ക് മഹാഗുരുതിയും നടന്നു. ക്ഷേത്രം മേൽശാന്തി രാജേഷ് ശർമ്മയുടെ മുഖ്യ കാർമ്മികത്തിൽ വിഷ്ണുമായ കലശവും ക്ഷേത്രം തന്ത്രി വാസുദേവൻ നമ്പൂതിരി വെള്ളത്തിട്ട് കിഴക്കേടത്ത് മന ചെറുവച്ചേരിയുടെ മുഖ്യ കാർമ്മികത്തിൽ കാളിക്ക് മഹാഗുരുതിയും നടത്തപ്പെട്ടു. ക്ഷേത്ര സംരക്ഷണ സഭ പ്രസിഡന്റ് NS രമേശ് ബാബു, സെക്രട്ടറി NK ഷമ്മി, NS ഷിബു, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ NK വാമനൻ, കൺവീനർ NS ഇന്ദുലാൽ, ഗജാൻജി NA കിഷോർ, കമ്മിറ്റി അംഗങ്ങളായ NV ദേവൻ, NV ബിജു, NS സജിത്, NS സുരേഷ് ബാബു, NV ജനാർദ്ദനൻ, NR സിദ്ധൻ, NP രാജൻ എന്നിവർ നേതൃത്വം നൽകി.
വിനാശനം ഓം സർവബാധ പ്രശമന. സുമംഗല സാഫല്യം പദ്ധതിയിലൂടെ തിരഞ്ഞെടുത്ത 9ാമത്തെ യുവതിയും പുതുജീവിതത്തിലേക്ക്. പ്രവാസി വ്യവസായി പുത്തൻപീടിക സ്വദേശി എടക്കാട്ടുതര വീട്ടിൽ എം ബദറുദ്ദീൻ ഏർപ്പെടുത്തിയതാണ് സുമംഗല സാഫല്യം പദ്ധതി. ടി എൻ പ്രതാപൻ MP മുഖ്യരക്ഷാധികാരിയായ പദ്ധതി ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളമാണ് നടപ്പിലാക്കുന്നത്. നിർധന കുടുംബങ്ങളിൽ പിതാവ് മരിച്ച യുവതികളെയാണ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. തളിക്കുളം മുട്ടിച്ചൂർ സ്വദേശിനിയായ യുവതിക്കാണ് പദ്ധതി പ്രകാരമുള്ള 9ാമത്തെ വിവാഹ ധനസഹായം സമ്മാനിച്ചത്. 5 പവൻ സ്വർണത്തിനൊപ്പം വിവാഹ വസ്ത്രങ്ങൾക്കും ഭക്ഷണത്തിനുമുള്ള പണവും പ്രത്യേക സ്നേഹ സമ്മാനവും ഉൾപ്പെടുന്ന 30,000 രൂപയും ബദറുദ്ദീന്റെ സഹോദരൻ കൊച്ചു മുഹമ്മദ് കൈമാറി. ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളം, ശശി ഗഫൂർ തളിക്കുളം, ഷുക്കൂർ, സാമൂഹിക പ്രവർത്തകൻ മുഹമ്മദ് അൻവർ ഫുള്ള, യൂസഫ്, മാധ്യമപ്രവർത്തകൻ സുനിൽ, ശ്രീദേവി, നസിയ അസീസ് എന്നിവർ പങ്കെടുത്തു. മറ്റുള്ളവർക്കൊരു പ്രചോദനമാവേണ്ട ഒരു പദ്ധതി കൂടിയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രായം കഴിഞ്ഞ് വയസ്സൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിച്ച ഒരു സന്തോഷമാണ് നമ്മുടെ മക്കളൊക്കെ ഇറക്കി കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കുന്ന ഒരു ചെറിയ സന്തോഷമായിട്ടാണ് ഇതിനെ കാണുന്നത്. അത് മറ്റുള്ളവർ ആർഭാടമായി ഒരുപാട് പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും നമ്മൾ അടുത്ത് പുറത്തുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് കൊടുക്കാൻ സാധ്യമായാൽ ഏറ്റവും വലിയൊരു ഉത്തമ ഒരു കർമ്മമാണെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ സുമംഗല സാഫല്യ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പുത്തൻപീടികയിൽ നിന്ന് തുടക്കം കുറിച്ചത്. കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഇത് കണ്ടുകൊണ്ട് ഈ ഒരു പദ്ധതി കണ്ടുകൊണ്ട് ഒരുപാട് പേർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുടെ മക്കളുടെ വിവാഹ സമയത്ത് ഇപ്പോൾ അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന വിവാഹത്തിൽ 3 കുട്ടികൾക്ക് 10 പവൻ സ്വർണ്ണം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രചോദനമായിട്ടുണ്ട്. തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ബോധി ഇന്ത്യയും തൃശൂർ IMAയും സംയുക്തമായി ഒരുക്കിയ രക്തദാന ക്യാമ്പ് നടത്തി. ക്യാമ്പിൽ ഇഷാര ഗോൾഡ്സിന്റെ MD സാഗർ പോട്ടയിൽ, PRO ഉബൈദു, ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം, മറ്റു സ്റ്റാഫ് അംഗങ്ങൾ, കൽപ്പക വെഡ്ഡിംഗ് സ്റ്റാഫ് അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ബോധിയുടെ പ്രസിഡന്റ് ജോഫി ജോൺ, ബോധിയുടെ സെക്രട്ടറി ഷൈൻ മോഹനൻ, ഇഷാര ഗോൾഡ് MD സാഗർ പോട്ടയിൽ എന്നിവർ സംസാരിച്ചു. PRO ഉബൈദു നേതൃത്വം നൽകി. 17 ഫെബ്രുവരി 2024 IMAയും ബോധി ഇന്ത്യയും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും സംയുക്തമായി നടത്തുന്ന സൗജന്യ രക്തദാന ക്യാമ്പിലേക്ക് തൃപ്രയാറിലെ എല്ലാ മാന്യജനങ്ങളെയും ക്ഷണിച്ചു. ഈടായിട്ട് രക്താവശ്യങ്ങൾ ഒരുപാട് സമൂഹത്തിൽ ആവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്സിഡൻസ് ആയാലും അങ്ങനെ കൂടുതൽ ഇപ്പോൾ ബോധിക്ക് അതിൻ്റെതായ റിക്വയർമെൻറ്റ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ക്യാമ്പുകൾ, അതായത് ഇഷാര ഗോൾഡും IMA ബോധിയും സംയുക്തമായിട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള ക്യാമ്പിലൂടെ ഒരുപാട് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ SLC വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇംഗ്ലീഷ് അക്കാദമിയിലെ K കബീർ ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് ഷൈന മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ലത, പ്രിൻസിപ്പൽ കണ്ണൻ, VB അഷ്റഫ്, PA ഷെരീഫ് എന്നിവർ സംസാരിച്ചു. എന്ന് വെച്ചാൽ ബി യുവർ ബെറ്റർ വേർഷൻ, നമ്മുടെ തന്നെ ബെറ്റർ വേർഷൻ ആവാൻ നോക്കുകയാണ് വേണ്ടത്. വേറൊരാളെ പോലെ ആകാൻ നോക്കല്ല വേണ്ടത്, നമ്മളുടെ തന്നെ ഒരു ബെറ്റർ വേർഷൻ ആവുകയാണ് നമ്മൾ വേണ്ടത്. അതാണ് നെവർ കമ്പയർ. O for optimism. ഓപ്റ്റിമിസം പറയുമ്പോൾ ശുഭാപ്തി വിശ്വാസം. വെളുത്തൂർ ശ്രീ നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 3ാമത് ശ്രീ രുദ്രമഹായജ്ഞം മഹാദേവ പ്രതിഷ്ഠാ ദിനമായ ഫെബ്രുവരി 19 നടക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ കാഞ്ഞാണിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പഴങ്ങാമ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരിക്കൊപ്പം പ്രമുഖ വേദജ്ഞൻ പങ്കെടുക്കും. മഹായജ്ഞത്തിൽ ശ്രീരുദ്രജപവും ശ്രീരുദ്രഹോമവും ഉണ്ടായിരിക്കും. വൈകിട്ട് വടക്കുംവാതിലിൽ താന്ത്രിക ചടങ്ങുകളോടെ ഭഗവതിക്ക് ഗുരുതി നടക്കും. ക്ഷേത്രത്തിൽ സ്ഥാപിച്ച 9 കിലോ വാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പാനലിന്റെ സമർപ്പണവും നടക്കുമെന്ന് പ്രസിഡന്റ് രാമചന്ദ്രൻ കറുത്യത്തിൽ, ജോയിന്റ് സെക്രട്ടറി വൈശ, കൺവീനർ ഗോപി അറക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട റിയാദ് KMCC മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിൽ അംഗവുമായിരുന്ന സക്രിയയുടെ അനുശോചന യോഗം നടന്നു. വാടാനപ്പള്ളി CH യത്തീം ഖാനയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ RA അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി CM നൌഷാദ്, KA ഹാറൂൺ റഷീദ്, അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി, AM നൌഫൽ,
PM ഷെരീഫ്, ഹംസ മന്നെല്ലാം കുന്ന്, PM ഖാലിദ്, യൂനുസ് വാടാനപ്പള്ളി, ഷെജിർ AA, രജനി കൃഷ്ണാനന്ദ്, AS നസീർ, സുലൈമാൻ PA എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണി സൗമ്യ ജ്വല്ലറി ഉടമയും വ്യാപാരി വ്യവസായി സമിതി മണലൂർ ഏരിയ ട്രഷററുമായ ശ്രീ ശങ്കര ഷെഡ് കിഴക്ക് പടിയത്ത് കൃഷ്ണൻകുട്ടി മകൻ മോഹനൻ അന്തരിച്ചു. സ്വർണ്ണത്തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറിയും വ്യാപാരി വ്യവസായി സമിതി മണലൂർ ഏരിയ ട്രഷററും കാഞ്ഞാണി യൂണിറ്റ് മുൻ സെക്രട്ടറിയുമായിരുന്നു. ഭാര്യ സാവിത്രി, മക്കൾ സൗമ്യ, സംഗീത്, സനീഷ്, മരുമക്കൾ സുരേഷ്, ശരണ്യ, അഭിരാമി എന്നിവരാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനകീയ ആസൂത്രണ പദ്ധതി തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആട് വിതരണം. മുറ്റിച്ചൂരിൽ സരസ്വതി വിദ്യാനികേതന്റെ വാർഷികവും PTA ദിനവും. സീനിയർ സിറ്റിസൺസ് അവകാശ സംരക്ഷണ ജാഥയ്ക്ക് തളിക്കുളത്തും വലപ്പാടും സ്വീകരണങ്ങൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.